ഞാൻ ആർജെ അൽഫോൺസ്. ദാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി തൃക്കുടുത്താനം കൊടിനാട്ടുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിയേറ്റ് ഹോംസിന്റെ ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് അവരുടെ പുതിയൊരു പ്രോജക്റ്റ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ക്രിയേറ്റ് ഹോംസിന്റെ ഓണർ ജസ്റ്റിൻ ചേട്ടന്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനും കാണാനും വേണ്ടിയിട്ടുണ്ട്. വയോ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിന് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി, വീട്ടുകാർ ഹാപ്പി. അതേ ഹാപ്പിനെസ് തന്നെ ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫോമൽ ലിവിങ് ഏരിയയിലാണ്. ഇവിടെ തന്നെ ഈ ഒരു പ്രൈം ഏരിയയിൽ ഒരു പ്രെയർ ഏരിയ കൂടി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ഇന്ന് നേരെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിലേക്കാണ്. ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേയധികം കണക്ഷൻസ് പോകുന്നുണ്ട്. മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർകേഴ്സ് ഇവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോമൽ ലിവിങ് ഏരിയ പ്ലസ് ഫാമിലി ലിവിങ് ഏരിയ, 3 ബെഡ്റൂം, കിച്ചൺ, ഒപ്പം ഈ ഒരു ചെറിയ വാഷിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. പക്ഷേ ഇതൊരു ചെറിയ സ്പേസ് ആണെങ്കിലും ഇവിടെ ഈ ഒരു സ്പേസ് വളരെ മനോഹരമായിട്ടാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡഡ് ടേബിൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കാം. അത് മാത്രമല്ല നല്ലൊരു വിൻഡൊക്കെ ഉണ്ട്, അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പം ചെറിയൊരു ബുക്കൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, ചായയൊക്കെ കുടിച്ച് ഇച്ചിരി ഹാപ്പി ആയിട്ടിരിക്കാമെന്നേ. ഈ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള റൂം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കിഡ്സ് റൂമാണ്. 2 ബെഡ്, അതോടൊപ്പം തന്നെ 2 കബോർഡ്, സ്റ്റഡി ടേബിൾ, 2 ചെയേഴ്സ്, ഒപ്പം തന്നെ ഡ്രസ്സിങ് റൂം, എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യൂട്ട് റൂമാണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും വൈറ്റ് ആൻഡ് മിൻറ്റ് ഗ്രീനിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. 3500 സ്ക്വയർ ഫീറ്റ്, 5 മുറികൾ, ഒപ്പം തന്നെ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയ. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു ലോങ് വിൻഡോ തന്നെയാണ്. നമ്മുടെ പ്ലോട്ടിൻ്റെ പടിഞ്ഞാറ് സൈഡാണ് ഈ ഒരു ലോങ് വിൻഡോ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രകാശവും കാറ്റും ഒക്കെ ധാരാളമായിട്ട് കിടക്കുന്ന ഒരു വിൻഡോ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ജാളി കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 റിക്ലൈനേഴ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരുന്നും കിടന്നുമൊക്കെ TV കാണാം, ഒപ്പം തന്നെ സ്വറ് പറഞ്ഞിരിക്കാം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലോറ് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനിലാണ്. പിന്നെ നമ്മൾ പറയുമ്പോഴത്തേനും സാധാരണ നമുക്ക് വീട്ടിലാണെങ്കിലും കബോർഡ്സ് നമ്മുടെ വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ മടക്കി ഒതുക്കിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്പേസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് നല്ല പ്യുവർ വൈറ്റ് തീമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടമൊക്കെ കയറി വരുന്ന ഒരു റൂം കൂടിയാണ്. വർക്കിംഗ് ഏരിയ കൂടി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കിച്ചൺ ആണല്ലേ. വളരെ പോസിറ്റീവ് വൈബുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മോഡുലർ കിച്ചണാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. അപ്പോൾ വീടിൻ്റെ ഗൃഹനാഥ സോണിയ ചേച്ചി കൂടി ചേരുകയാണ്. ചേച്ചിയുടെ ഐഡിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കബോർഡ്സും ലോഫ്റ്റും ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ കളർ തീം എന്റെ സെലക്ഷൻ ആണ്. അതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഒരു ഗ്ലാസ് ഫിനിഷ് വേണമെന്ന്. അതിനുവേണ്ടി പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ലാമിനേഷൻ. ഇത് കബോർഡിന് യൂസ് ചെയ്തിരിക്കുന്ന അക്രിലിക് ലാമിനേഷൻ. അതൊരു ഗ്ലാസ് ഫിനിഷ് ഉണ്ട് എല്ലാത്തിനും. സാധാരണ ലാമിനേഷന്റെ ഒരു ആൻഡുലേഷൻസ് ഒന്നും ഇതിൽ കാണാനില്ല. പിന്നെ എന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഇതുപോലെ പാൻസ് ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് പാനിന് വേണ്ടി മാത്രം ഒരു സ്പേസ് ആട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അതെ അവിടെ കല്ലറി, അതൊക്കെ കല്ലറി യൂണിറ്റ്സ്, അങ്ങനെ ഇതെല്ലാം ഒരുമാതിരി എന്തുമാത്രം നമുക്ക് ഹാൻഡിൽ ആക്കാൻ പറ്റുമോ അത്രയും ഈ അടുക്കളയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആണ്. നമുക്ക് അവിടേക്ക് നമുക്കൊരു കണക്ഷൻ പോകുന്നുണ്ട് അല്ലേ. ഫുൾ ഓരോന്ന് കണക്റ്റഡ് ആണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. ഓപ്പൺ ഫീൽ ഈ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വീടുകളിൽ കാണുന്ന കോൺക്രീറ്റ് സ്റ്റെയർസിന് പകരമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റീൽ, വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർസ് ചെയ്തിട്ടുള്ളത്.
വളരെ മനോഹരമായ ഒരു സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഇവിടെ 2 മുറികളാണുള്ളത്. അതോടൊപ്പം തന്നെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഒപ്പം ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു റൂമിൻ്റെ നേരെ സൈഡിലായിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ കൂടി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതാ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാഷ്റൂമാണ് ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇതാണെങ്കിലും വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂം. നമ്മൾ ക്രിയേറ്റ് ഹോംസിൻ്റെ വളരെ മനോഹരമായൊരു പ്രോജക്റ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് ക്രിയേറ്റ് ഹോംസ് എന്തൊക്കെ സർവീസാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ക്രിയേറ്റ് ഹോംസിനെ പറ്റി പറയുമ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചു, ഞാനും എൻ്റെ പാർട്ട്ണർ, എൻ്റെ കോ-ബ്രദർ ജോസഫോട് കൂടിയിട്ട് ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ക്രിയേറ്റ് ഹോംസ് തുടങ്ങാനുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുമിച്ച് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങളിലെ ആലോചനയാണ് ഈ ക്രിയേറ്റ് ഹോംസ് എന്നൊരു തുടക്കം. നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം, ഇപ്പം എല്ലാവരും നാട്ടിൽ നിന്ന് പോകുന്നൊരു സമയത്ത് തിരിച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ 6 വർഷം മുമ്പ് വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ക്രിയേറ്റ് ഹോംസ്. ചങ്ങനാശ്ശേരി തെങ്ങണയിലാണ് നമ്മുടെ ഓഫീസ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷനിലാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടെന്നുള്ള ആഗ്രഹമായിട്ട് നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ A to Z സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. അപ്പം അതിൻ്റെ ഡിസൈൻ, അപ്രൂവൽസ് കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് എന്ന എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പാക്കേജ്. ഇനി അതല്ല ഇൻറ്റീരിയർ സെപ്പറേറ്റ് ആയിട്ട് മാത്രം ചെയ്യുന്നവർക്ക് അങ്ങനെ അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു 30 കിലോമീറ്റർ റേഡിയസിലാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സേവനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആയിരിക്കണം. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൈറ്റിലേക്ക് പെട്ടെന്ന് പോകണമെന്നുള്ള ആഗ്രഹം നമുക്ക് തുടങ്ങിയ കാലം മുതലുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നു. നമ്മൾ ഒത്തിരി ദൂരെ പോയി വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. നമുക്ക് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും റെഗുലറായിട്ട് സൈറ്റിൽ പോകുന്നൊരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ദൂരെ പോയി വർക്ക് എടുക്കാറില്ല. നേരെ മറിച്ച് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാക്ടറിയിലാണ് നമ്മുടെ ഒരു 70% കാര്യങ്ങളും നടക്കുന്നത്. ഇൻസ്റ്റാളേഷൻ മാത്രമാണ് സൈറ്റിൽ. അതിനാൽ തന്നെ ഇൻറ്റീരിയർ വർക്ക്സ് നമ്മൾ ഈ ചെയ്ത പോലെ ഡിസൈൻ, ഫാക്ടറി പ്രൊഡക്ഷനെല്ലാം നമ്മളിവിടെ ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ പാക്കേജാണ് നമ്മൾ ചെയ്യുന്ന സർവീസ്. അപ്പോൾ ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിൽ ഒരു വീടിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഇങ്ങോട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി. പ്ലസ് എല്ലാം ഇവിടെ റെഡിയാണ്. ജസ്റ്റിനേട്ടാ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ ക്രിയേറ്റ് ഹോംസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെലിബ്രേഷൻ മോഡാണ് അല്ലേ? എല്ലാവരും, നിങ്ങളുടെ സ്റ്റാഫും എല്ലാവരുമായിട്ടൊരു ഫാമിലി അഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, എൻ്റെ ബ്രദറും ഈ പറയുന്ന പോലെ ക്രിയേറ്റ് ഹോംസിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഒരു സ്നേഹവും ഇഷ്ടവും ഈ ഒരു ഫാമിലി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുക. അപ്പോൾ ഒരു വീടെന്ന് ഉള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ ആ വീട് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഇഷ്ടങ്ങൾ കൂടി ആ ഒരു വീട്ടിൽ വേണം എന്ന് ഒത്തിരി ആഗ്രഹത്തോടെയാണ് നമ്മൾ ആ ഒരു വീടിന് വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതി. ക്രിയേറ്റ് ഹോംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം. ക്രിയേറ്റ് ഹോംസിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.